അയ്യോ വക്കീലെ, ഇന്ന് ഈ വീട്ടിലൊരു അടിപൊട്ടുന്ന ഉറപ്പാ. പൗലോസട്ടം ഗീറ് മാറി കഴിഞ്ഞു. വേണമെങ്കിൽ വാ കാണാം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? യെസ് ടെൽ മീ, ആസ്ക് മീ. സംശയം എന്നും നല്ലതാണ്. ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? സോറി, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അല്ല, ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? അതിപ്പോ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അല്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്. ഈ തുറക്കാരുടെ കുറെ കാലമായിട്ടുള്ള സംശയമാണ്, നീ ആണാണാ പെണ്ണാണാ? പോടെ വേളെ നിനക്കില്ലടാ അമ്മമ്മമാരൊക്കെ സ്വന്തം സഹോദരയുടെ ആണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറൂടാ. ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ മുമ്പിൽ തുറന്നു കാണിക്കണം. ഞാൻ എല്ലാ സർജറിയും കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഇപ്പൊ ആസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. മോളുടെ ശരീരഭാഗങ്ങൾ എനിക്ക് കാണുമെന്ന് പറഞ്ഞ മോള് കാണിച്ചു. ഒരിക്കലും ഇല്ല. ബിക്കോസ് ഞാനൊരു പെണ്ണാണ് എന്നൊരു പൂർണ്ണ രൂപം എനിക്കുണ്ട്. പെൺപിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പെണ്ണാണെന്നൊന്നുമില്ല. എന്ത് പെണ്ണാണ്? ഇപ്പൊ ഞാൻ ഒരു പൂർണ്ണതയുള്ള പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? അത് വളരെ മോശമായി പോയി. എനിക്ക് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ എടുക്കാൻ ഒരു താല്പര്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ജെൻഡർ ഐഡന്റിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യം. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ. ചേച്ചി, ഞാൻ അങ്ങനെ ജെൻഡറിനെ ക്വസ്റ്റ്യൻ ചെയ്തതല്ല. എന്നെ വിളിച്ചു വരുത്തിട്ട് എന്റെ ശരീരഭാഗങ്ങൾ ഫുൾ സർജറി ചെയ്ത എന്ത് ക്വസ്റ്റ്യൻ ആണ് അത്? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്റർ ആയിട്ട് കണ്ടൂടെ? ഫുൾ സർജറി. അല്ല, ചേച്ചി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കോമാളിത്തരം കാണിക്കുന്നു എന്ന രീതിക്കുള്ള കമന്റ്സ് വരെ വരാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഒരാളെ ജെൻഡർ വെച്ചിട്ട് നിങ്ങളെ എന്താണ് തൂക്കുന്നത്? ഒരിക്കലും തൂക്കിയതല്ല. പെണ്ണാണോ വാട്ടെവർ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. നീ ഒന്നും പണയണ്ട. എടാ, ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു. ഞാൻ ഇത്രേ ചോദിക്കും, നമ്മളൊരു ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോ ചേച്ചി ഏത് ജെൻഡറിൽ അപ്പൊ കൊടുക്കും? അത് ഉത്തരം പറ. അത് ആണ്, പെണ്ണ്, അല്ലെങ്കിൽ വേറെ അപ്പുറത്തുണ്ടല്ലോ ആണ്, പെണ്ണ്, മറ്റുള്ളതൊന്നും ഉണ്ടല്ലോ, ഞാൻ അതിൽ കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഒരാള് പെണ്ണാണെങ്കിൽ അത് പെണ്ണായിട്ട് നടക്കണം, ആണാണെങ്കിൽ ആണായിട്ട് നടക്കണം. അങ്ങനെ ഒരു കാര്യം അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഈ പറയുന്നത്. തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കെട്ട ജന്മാവരുത്. അല്ല, ഞാൻ ഒരിക്കലും ചേച്ചി അങ്ങനെ വേർതിരിച്ച് അല്ലാത്ത രീതിക്ക് പറഞ്ഞത് ഒരിക്കലും അല്ല. അതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഒരു ആൻസർ പറഞ്ഞാൽ മാത്രം പോരെ. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ.